കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ അടൂർ പ്രകാശ് MP ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുകയാണ്. ഏത് തരത്തിലാണ് പ്രതീക്ഷ? വീണ്ടും MP ആയി വരും എന്നത് തന്നെ ഒരു സംശയമുള്ള കാര്യമാണ്. ഒരു തരത്തിലും ഒരു സംശയമില്ല. എന്നെ ആറ്റിങ്ങിലെ ജനങ്ങൾ എന്നോടൊപ്പമുണ്ട്. ഞാൻ അവരെ വിശ്വസിക്കുന്നു, അവർ എന്നെ വിശ്വസിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണമുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പല നടപടികളും അവർ സ്വീകരിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാൻ CSIക്കാരനാണ് എന്ന് അവരുടെ പാർട്ടി പ്രവർത്തകർ പറയുകയാണ്. അത് ഉത്തരവാദിത്വമുള്ള ആളുകളാണ് പള്ളികളിൽ കയറി പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നു, ഞാൻ പിറന്നു വീണത് ഞാൻ ഈഴവ സമുദായത്തിൽ തന്നെയാണ്. ഞാനത് മാറ്റി പറഞ്ഞ് ഞാൻ ഈഴവ സമുദായക്കാരനല്ല, ഞാൻ മറ്റൊരു സമുദായമാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അത് തൻ്റെ ഇടത്തോടു കൂടി എവിടെയും പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ കാട്ടാക്കട ചെന്നപ്പോൾ, അതേപോലെ അരുവിക്കര ചെന്നപ്പോൾ പല ആളുകളും എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി CSI ആണ് എന്ന് പറയുന്നത് ശരിയല്ലേ ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത്തരത്തിലൊരു കള്ളപ്രചരണത്തിനൊന്നും എന്നെ കിട്ടും. ചെറിയ കീഴുകാർക്കറിയാം പുള്ളി ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. വർക്കലക്കാർക്കറിയാം. BJP-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. അവരുടെ പ്രചരണം ആറ്റിങ്ങിൽ നിന്ന് ജയിപ്പിച്ചാൽ ആറ്റിങ്ങലിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്നാണ്. ആ പ്രചരണത്തെ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ ഇവിടെ തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന് ഒരു മന്ത്രി അത് തൃശ്ശൂരിൽ നിന്ന് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ചുമ്മാതെ ഒരു ഗിമിക്കാണ്. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി.